ചില വ്യക്തികളുടെ സാമീപ്യവും സ്പർശനവും എങ്ങനെയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു കഥയാവട്ടെ ഇന്നത്തേത്. ഒരു ലേലഹാളിൽ ലേലം വിളി നടക്കുന്നതിനിടയിൽ ലേലക്കാരൻ ഒരു പഴയ വയലിൻ എടുത്ത് ലേലം വിളിക്കാൻ ആരംഭിച്ചു. 100, 200, 300 ആരും ലേലത്തിൽ പങ്കുകൊണ്ടില്ല. എല്ലാവരും നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു പ്രായമായ മനുഷ്യൻ ആ ലേല സ്റ്റേജിലേക്ക് കയറി വന്ന് ആ വയലിൻ എടുത്തു, അതിന്റെ പൊടി തുടച്ചു, അതിന്റെ സ്ട്രിങ് എല്ലാം ഒന്ന് മുറുക്കി ബോ എടുത്ത് മെല്ലെ വയലിൻ വായിക്കാൻ ആരംഭിച്ചു. അല്പനിമിഷങ്ങൾക്കകം ആ ഹോൾ ആകെ അഭൗമമായ ഒരു സംഗീതത്തിൽ ലയിച്ചു. അദ്ദേഹം വായന നിർത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ ആൾക്കാർ ആ വയലിൻ ലേലം വിളിക്കാൻ ആരംഭിച്ചു. 1000, 5000, 10000 അതിന്റെ വില ഉയർന്നുകൊണ്ടേയിരുന്നു. ആ വയലിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സംഗീതത്തെ തന്റെ സ്പർശം കൊണ്ട് ഉയർത്താൻ ആ മനുഷ്യന് കഴിഞ്ഞു. മാസ്റ്റേഴ്സ് ടച്ച് മേക്ക് ദ ഡിഫറൻസ്. ഒരു സ്പർശനത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ സംഗീതത്തെയും അത്ഭുതത്തെയും ഉണർത്തുവാനാവും. ഒരു നല്ല പുസ്തകത്തിന്, ഒരു നല്ല വ്യക്തിക്ക്, ഒരു നല്ല പ്രസ്ഥാനത്തിനൊക്കെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിദ്ധികളെയും കഴിവുകളെയും ശേഷികളെയും ഉണർത്താനാവുമെന്നാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. കാന്തത്തോട് ചേർന്നിരിക്കുന്ന ഇരുമ്പിന് കാന്തത്തിന്റെ ശക്തി ലഭിക്കുന്നത് പോലെ നല്ല വ്യക്തികളോടും നല്ല പ്രസ്ഥാനങ്ങളോടും നല്ല പുസ്തകങ്ങളോടും ഒക്കെ ചേർന്നിരിക്കുന്നവർ സ്വാഭാവികമായും നല്ല വ്യക്തിത്വങ്ങളാകും. അവരുടെ മൂല്യവും വിലയും ഉയരുകയും ചെയ്യും. നമുക്കേവർക്കും എപ്പോഴും നന്മയോടും നല്ലതിനോടും ഒക്കെ ചേർന്നിരിക്കാൻ കഴിയട്ടെ.